നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് മീനുകളെ, അതായത് ഗപ്പികളെ വളർത്തുന്ന രീതി, അതുതന്നെ അവയെ ഓരോന്നായിട്ട് നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു. ഇനി നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്, ഞാൻ അന്നേ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. നമ്മളതിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇതിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ജാബിർക്ക എങ്ങനെയാണ് ഇവയെ ഇവിടെ വളരാനുള്ളൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്, അവയ്ക്ക് അസുഖം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവയുടെ കുട്ടികളെ എങ്ങനെ പരിചരിക്കുന്നു, അവയ്ക്ക് വേണ്ട വെള്ളം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൂടി കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ അറിയിക്കുക. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് മീനുകളെ സംരക്ഷിക്കുന്നത്, അവയെ വളർത്തുന്ന രീതി, അവിടെ എല്ലാം ഒന്നും വിട്ടുപോകാതെ നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു മീൻ കർഷകൻ അല്ലെങ്കിൽ ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു കർഷകൻ ഇതിലേക്ക് വരുമ്പോൾ അയാൾ എന്താണ് തുടക്കം മുതൽ ചെയ്തു തുടങ്ങേണ്ടത്, എങ്ങനെയാണ്? ഞാൻ തുടക്കത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ഒരു അലങ്കാര മത്സ്യം വളർത്തുന്നതിലേക്ക് വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കുകളായിരിക്കും. സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടും. ഇനിയിപ്പോൾ മഴ മാത്രമല്ല, തവളകൾ, മറ്റ് ചേര, ഇങ്ങനെയുള്ള പല ശല്യങ്ങളും നമുക്കതിനെ നേരിടേണ്ടി വരും. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഒരു ഷെഡ് കെട്ടിയിട്ട് അതിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി സുരക്ഷിതരാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഷെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ജീവികൾ, തവള, ഇങ്ങനെയുള്ള ഒന്നും ഇതിലേക്കുള്ള ശല്യക്കാരായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കതിൽ പറയാനുള്ള ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്കുകളും മറ്റുള്ള കാര്യങ്ങളാണ്. ടാങ്കുകൾ എന്ന് പറയുമ്പം 3 തരത്തിലുള്ള ടാങ്കുകളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ഫ്രിഡ്ജ് ബോക്സ്, പഴയ ഫ്രിഡ്ജ് ബോക്സ് ഉപയോഗിച്ചിട്ട് ഒരുവിധം അലങ്കാര മത്സ്യം, പ്രത്യേകിച്ച് ഗപ്പി വളർത്തുന്ന ആളുകൾ മുഴുവൻ ചെയ്യുന്ന ഒരു രീതി ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് സിൽപോളിൻ ടാങ്ക് വെച്ചിട്ട്, ഇപ്പം നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇതിൻ്റെ സെൻട്രലായിട്ട് വലിയൊരു സിൽപോളിൻ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ചെയ്യുന്ന കുറച്ചും കൂടി എണ്ണം കൂടുതൽ ചെയ്യുന്ന തരം മീനുകളൊക്കെ അതിലാണ് ചെയ്യുന്നത്. മറ്റൊന്ന് സിമെൻറ്റ് ടാങ്കുകളാണ്. മൊത്തം ഒരു 60-70 ടാങ്കുകൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇതിൻ്റെ പുറത്ത് വേറെ കുറച്ച് ടാങ്കുകളും കൂടെ ഉണ്ട്. അപ്പം അതും ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ടാങ്കുകളാണ് മെയിനായിട്ട് മീൻ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതിനെ കൂടാതെ ഈ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒരു 10-20 ലിറ്ററൊക്കെ വെള്ളം കൊള്ളുന്ന പാത്രങ്ങളിൽ ഞാൻ മീൻ കുട്ടികളെ വളർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ 3 തരത്തിലുള്ള ടാങ്കുകളാണുള്ളത്. ഈ 3 ടാങ്കും 3 വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് വ്യത്യാസമുണ്ട്. കുറച്ച് എണ്ണം മീനുകളെയാണ് നമ്മൾ ഇടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെറിയ പാത്രം വലുതാവും തോറും. ഇപ്പം ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെ എയർ ഫിൽറ്റർ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഒരു 10-15 വെറൈറ്റി ചെടികളും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം മിക്കവാറും എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെടികളോ അല്ലെങ്കിൽ പായലുകളോ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എയർ ഫിൽറ്റർ ആവശ്യമില്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ മുമ്പ് എയർ ഫിൽറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എയറേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം പലപ്പോഴും എയറേറ്റർ കൊടുത്തതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മീനുകൾക്ക് പ്രശ്നമുള്ളതൊക്കെ ആയിട്ട് പറയുന്നു. പിന്നെ നമുക്ക് പലപ്പോഴും കറണ്ട് പോലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും അതൊരു ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൂടെ വന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ. നമ്മൾ ടാങ്ക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ടുള്ള ടാങ്ക്, അതിൽ വേറെ രാസവസ്തുക്കളോ മറ്റുള്ള എണ്ണകളോ ഒന്നും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം ടാങ്ക് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ടാങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ pH 7, നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല ക്ഷാരഗുണോ പുളി രസമോ ഇല്ലാത്ത, അറിയാലോ, pH കൂടുന്നതോ കുറഞ്ഞതോ അല്ലാത്ത ഒറിജിനൽ നമുക്കുള്ള കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോയിൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാറില്ല. അതുപോലെ ക്ലോറിനേറ്റഡ് വാട്ടർ ആയി കഴിഞ്ഞാലും മീനുകൾക്ക് പ്രശ്നം വരും. പിന്നെ കോയിൽ കിണർ ചില ആളുകളൊക്കെ തീരെ കിട്ടാത്ത ആളുകൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം അവർ വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു pH ഒക്കെ കറക്റ്റായിട്ട്, അതിൽ പല കണ്ടന്റുകളാണ്, വാട്ടർ കണ്ടന്റിൽ വ്യത്യാസം വന്നുകൊണ്ടാണ് ഈ കോയിൽ കിണറത്തെ വെള്ളത്തിന് പ്രശ്നം വരുന്നത്. അപ്പം അതൊക്കെ പിടിച്ചു വെച്ച് അത് നോർമലായതിനു ശേഷം ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. സാധാരണ ഗപ്പികളെ നമ്മൾ അതിലൊന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മളെ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ ഈ പായലിട്ടിട്ടുണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? അപ്പോൾ പായൽ എൻ്റെ ഇവിടെ ഞാൻ 2 തരത്തിലുള്ള അരിപ്പായൽ എന്ന് പറയുന്ന ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ വയലിലൊക്കെ കാണുന്ന ഒരു തരം പായൽ തന്നെ അരിപ്പായൽ എന്ന് പറയുന്നതും, മറ്റൊന്ന് അസോള ഞാൻ ഇതിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ
വേറൊരു ചെടിയും കൂടെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വേറെ ചെടിയും കൂടെ, 3 ഐറ്റം സാധനങ്ങളാണ് ഈ പായൽ വർഗ്ഗത്തിൽപ്പെട്ട എൻ്റെ കയ്യിലുള്ളത്. ഇത് ഉപയോഗിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഫൈറ്ററുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ കുളവാഴ പോലുള്ള അതിൻ്റെ അടിയിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടും, അതേസമയം അതിലും പല ജീവികളൊക്കെ ചെറിയ ചെറിയ ജീവികളുണ്ടായിരിക്കും. ഇതൊക്കെ ചെറിയ മീനുകളുടെ ഭക്ഷണമായിരിക്കും. പിന്നെ ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പായലാണെങ്കിലും മറ്റുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ആവുമ്പോൾ അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണോ ബ്രീഡിംഗ് കേജ്? ഇതാണ് ബ്രീഡിംഗ് കേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ഈ ചെറിയ ഹോളുകളിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരും. പ്രസവം മീനുകൾ അതിൽ ബാക്കിയാവും ചെയ്യും. അതുവഴി അതിൽ നിന്ന് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മറ്റുള്ള മീനുകൾ ഭക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ മുമ്പ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് വെള്ളത്തിലേക്ക് അതിലെന്തെങ്കിലും ചെറിയൊരു കല്ലോ ഓടിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗം ഇവിടെ ഹോളുള്ളതായതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫീമെയിലും മെയിലും ഉണ്ടോ അതിൽ? ആ, ബ്രീഡിംഗ് കേജിൽ ശരിക്കും മെയിലിടേണ്ട കാര്യമില്ല, ഫീമെയിൽ മാത്രം മതി. ഞെട്ട് വിചാരിച്ച് പ്രശ്നമില്ല. നമ്മൾ ഫുൾ ആയതിനു ശേഷം ആണല്ലോ മാറ്റിയിടുന്നത്. പിന്നെ പൊന്തിച്ച് വെക്കാം, അപ്പം തൽക്കാലം നിങ്ങൾക്ക് കാണും. ഇത് ബ്രീഡിംഗ് സെറ്റാണ്. ബ്രീഡിങ്ങിനായിട്ടുള്ള പെയറാണ് അല്ലേ? ബ്രീഡിങ്ങിനായിട്ടുള്ള പെയർ നമ്മൾ ബ്രീഡിംഗ് കേജിലിടും. അവരവിടുന്ന് പ്രസവിച്ച കുട്ടികൾ ആ ഹോളിലൂടെ പുറത്തേക്ക് പോകും അല്ലേ? അതെ. ഓക്കെ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ടാങ്കിൽ വെള്ളം മാറ്റുന്ന രീതി, അത് മീനുകളെ ബാധിക്കാത്ത രീതിയിൽ, വേറെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെ മാറ്റുന്നതെന്ന്, അതെങ്ങനെയാണ് സംഭവം? ഓക്കെ, ഇത് ഓരോ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയം. അതിനുശേഷം നമ്മുടെ ലോജിക്കിനനുസരിച്ച് നമുക്കത് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 10 മുതൽ 20% വെള്ളം മാത്രമാണ് മാറ്റാറുള്ളത്. മുഴുവൻ വെള്ളം മാറ്റുന്നില്ല. 2 പ്രശ്നങ്ങൾ അതിനുണ്ട്. ഒന്ന്, ജലക്ഷാമം നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലമായി കഴിഞ്ഞിട്ടെങ്കിൽ വരൾച്ചയും കൂടിയാണ്. മാത്രമല്ല, എനിക്കൊരു സജഷൻ നിങ്ങളടുത്ത് പറയാനുള്ളത്, വെള്ളം പരമാവധി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. വെള്ളം വേസ്റ്റാക്കി കളയരുതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിവിടെ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ഇത്തരം ടാങ്കുകളിൽ ഇങ്ങനെ ഒരു സാധനം സംശയം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ 10% വെള്ളം അവിടെ നിർത്തിയിട്ടാണ് ബാക്കി കളയുന്നത് പറയുന്നത്? അങ്ങനെയല്ല, മൊത്തം ഉള്ളതിൻ്റെ ഇപ്പം 100 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ 10% ലിറ്റർ അതിൽ നിന്ന് മാറ്റുള്ളൂ. അതെ ശരി. അപ്പം ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, ഈ മീനിന്റെ അവശിഷ്ടങ്ങൾ കംപ്ലീറ്റ് അതിലുണ്ടായിരിക്കില്ലേ? അപ്പോൾ മീനിനെ അത് ദോഷകരമായി ബാധിക്കില്ലേ? ഇല്ല, നമ്മൾ വെള്ളം മുഴുവനായിട്ട് മാറ്റുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ മറ്റുള്ള ഘടകങ്ങളിൽ പെട്ടെന്ന് വ്യത്യാസം വരിക. അതല്ലാതെ വെള്ളം ആ കാഷ്ടം അതിൽ അടിഞ്ഞുകൂടി അതിൽ നിന്ന് അമോണിയം പുറത്തേക്ക് വരുമ്പോഴാണ് വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നത്, വെള്ളം കേടുവരുന്നത്. അതേസമയം നമ്മൾ ആ കേടുവരാൻ സാധ്യതയുള്ള ഘടകങ്ങളെ മാത്രമാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്, വേസ്റ്റുകളെ മാത്രമാണ് വലിച്ചെടുക്കുന്നത്. വെള്ളത്തിലുള്ള അതിന് മാത്രം ഉണ്ടാവില്ല, അതിൻ്റെ അളവ് അത് വിഘടിച്ച് ആണ് നമ്മൾ ഈ അമോണിയം വരുന്നത്. അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് നമ്മൾ മാറ്റുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം ഇല്ലാതിരിക്കും. ആഴ്ചയിൽ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ആഴ്ചയിൽ ചെയ്യുന്നവരുണ്ട്, 10 ദിവസത്തിൽ ചെയ്യുന്നവരുണ്ട്. കൂടുതൽ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇത് നമ്മൾ സാധാരണ പണ്ടൊക്കെ ടാങ്കിലൊക്കെ വെള്ളം വലിച്ചിട്ട് നമ്മൾ ഇടുമല്ലോ. അപ്പം വലിക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ ഒരു എയർ ഇതിനെ വലിച്ചതൊരു ചെറിയൊരു വാൽവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു വാൽവ് പോലെ ഇത് പ്രവർത്തിക്കും. ഈ ഭാഗത്തും അങ്ങനെ ഒരു വാൾവുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു വാൾവുണ്ട്. ഈ സാധനം ഒന്ന് ഉള്ളോട്ട് വലിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ ഈ ഭാഗത്ത് കുഞ്ഞുങ്ങളും മത്സ്യങ്ങളൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നെറ്റ് പോലുള്ള സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ വെള്ളം മാറ്റാറായിട്ടുള്ള ഒരു ടാങ്കാണ്. ഈ ടാങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളൊന്നും അധികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ തൽക്കാലം ഇതിൻ്റെ നെറ്റ് എടുത്ത് ഒഴിവാക്കുകയാണ്. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ കുഞ്ഞുങ്ങളൊന്നും മിസ്സാവാതിരിക്കാൻ അത് ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്യുമ്പോൾ വലിയ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതോടെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് 2 പ്രാവശ്യം ഇങ്ങനെ 2 അടി അടിച്ചു കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലേക്കും ഇത് വെള്ളം കയറും. ഇത്ര ഹൈറ്റിലേക്കും വെള്ളം കയറുന്നതാണ്. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് താഴോട്ട് വെക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലെ വേസ്റ്റായിട്ടുള്ള വെള്ളം, അടിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റ് നമുക്ക് കാണാം. ആ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നത് കാണാം. കറക്റ്റായിട്ട് ഏറ്റവും കേടുവന്ന നമ്മളതിൻ്റെ കാഷ്ടവും മറ്റുള്ള വേസ്റ്റുകളും മാത്രമാണ് നമുക്കിതിലൂടെ പോകുന്നത്. ഇതുവഴി വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുമല്ലോ
മേല് നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സാധനം വാങ്ങാൻ പറ്റും. പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അറിയാത്തവർക്ക് അതൊരു വലിയൊരു ഇതായിരിക്കും. മറ്റത് നമ്മൾ ഇതൊരു 100 രൂപ മുതൽ 150 രൂപൻ്റെ ഉള്ളിൽ കിട്ടും. ഇനി വലിയ ടാങ്കുകൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള നെറ്റ് സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് സൈഫൺ ചെയ്യുന്ന പമ്പ് എന്നാണ് നമ്മൾ പറയാറ്. സൈഫൺ പമ്പ് എന്നൊക്കെയാണ് പറയാറുള്ളത്. പിന്നെ കൃത്യമായിട്ടുള്ള പേരിനെ പറ്റി എനിക്കറിയില്ല. ഇത് നമ്മൾ ഒരു പുതിയൊരു പരീക്ഷണമായിരുന്നു. ഇത് വളരെ വിജയകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം എത്ര വലിയ സ്ഥലം ഉണ്ടായി കഴിഞ്ഞാലും അത് സ്ഥലം തികയാത്തൊരു അവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള മത്സ്യകൃഷി ഒക്കെ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് അലങ്കാര മത്സ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗപ്പി. കാരണം ഗപ്പിക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ടാങ്കും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫൈറ്ററുകളുടെ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിക്കാനും അവയെ അതിനുശേഷം വളർത്താനും കൂടെ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇത്രയും ഒരു ഏരിയയിൽ നമുക്ക് 8 ടാങ്കുകളായിട്ട് 4 തട്ടുകളായിട്ട് ചെറിയ 8 ടാങ്കുകളായിട്ട് നമുക്ക് കിട്ടും. ഒരു വെർട്ടിക്കൽ ടാങ്ക് എന്നുള്ള നിലക്ക് നമ്മൾ വെർട്ടിക്കൽ ഫാമിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വളരെ സക്സസ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ സിൽപോളിങ് ഷീറ്റാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചത്. കുറച്ച് കട്ടി കൂടിയത് ചെയ്യായിരിക്കും നന്നാവുക. അതിനുശേഷം 2-4 കഷ്ണം കാലിൽ ഇത് 4 ഫ്രെയിം ചെയ്താൽ മതി. ഇതിന് വലിയ നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ ആവശ്യമില്ല. കാല് മാത്രം നല്ലത് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ സാധാരണ കഷ്ണങ്ങൾ മതി. അതിനുശേഷം അടിയിൽ ചെറിയ വില കുറഞ്ഞ നെറ്റുകളോ മറ്റുള്ള പലക മരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഈ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നെറ്റാണ്. അടിയിൽ നെറ്റ് അടിച്ചതിന് ശേഷം ഒരു സപ്പോർട്ടായിട്ട് 2 പലക കഷ്ണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവിടെ നിൽക്കും. ഇപ്പം വളരെ കുറഞ്ഞ ഒരു സ്പേസിൽ ഇത്രയും എണ്ണം ടാങ്കുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു കുറേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3 മാസത്തോളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇതിൽ നിറയെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പം നല്ല രീതിയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മളിപ്പോഴേ മീനിന് ഫുഡ് കൊടുക്കാമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ശരിക്കും ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ രീതി എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വിലയുടെ ഗപ്പി മുതൽ വലിയ നല്ല വില പിടിപ്പുള്ള ഗപ്പീസ് വരെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയുള്ള ഗപ്പികളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിലപിടിപ്പുള്ള തീറ്റ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിലുള്ള ഇത് ആർട്ടിമിയ എന്ന് പറയുന്ന ഇതാണ്. ഇത് കുറച്ച് വിലപിടിപ്പുള്ള US-ൻ്റെ ഒരു സാധനമാണ്. ആർട്ടിമിയ എന്ന് പറയും. അത് പറയുന്നത് കടലിലെ ഒരു ജീവിയുടെ ഒരു എഗ്ഗാണ്. ഈ എഗ്ഗ് ലാബിൽ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്നതാണിത്. അതുകൊണ്ടാണ് US-ൻ്റെ ഇത് വരുന്നത്. അതിന് നല്ല വിലയുണ്ട്. 10 ഗ്രാമിന് ഏകദേശം 150 രൂപയുടെ മാർക്കറ്റ് വില വരുന്നുണ്ട്. 100 ഗ്രാം ആകുമ്പോൾ 1500 രൂപ. അപ്പോൾ നമുക്കത് കണക്ക് കൂട്ടിയാൽ കിട്ടും അതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ ആർട്ടിമിയയും കിട്ടും. അതിന് കുറച്ച് വില കുറവാണ്. പക്ഷേ ഇതാകുമ്പോൾ ഇതിൻ്റെ ഹാച്ചിങ് കൂടുതൽ കുഞ്ഞുങ്ങൾ, ഇത് ഒരു തരം ജീവിയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് മുഴുവനായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യൻ ആർട്ടിമിയക്ക് കുറച്ച് റേറ്റ് കുറവാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വിരിയിക്കുന്നത്, ഹാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ആർട്ടിമിയ ഹാച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആർട്ടിമിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ സാധാരണ എയർ കൊടുക്കുന്ന മോട്ടറാണ്. അതവിടെ കണക്ട് ചെയ്തതിന് ശേഷം എയർ ഇതിലേക്ക് കൊടുക്കുക. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ എടുക്കുക. ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഒരു ഹോള് ഇട്ടതിന് ശേഷം നമ്മുടെ MC-യിൽ വെച്ചിട്ട് അതിനെ അടക്കുക. എന്നിട്ട് നമ്മുടെ എയറിൻ്റെ പൈപ്പ് ഇവിടെ കണക്ട് ചെയ്ത് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് എയർ കൊടുക്കാൻ പറ്റും. അതിലേക്ക് വെള്ളം പാർന്നതിന് ശേഷം, വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നുള്ള് കല്ലുപ്പ് ഇടുക. കല്ലുപ്പ് ഇട്ടതിന് ശേഷം ആർട്ടിമിയ വളരെ കുറച്ച് നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള ആർട്ടിമിയ നമുക്കതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അത് ഒഴിച്ചതിന് ശേഷം 24 മണിക്കൂർ, പല തരത്തിലുള്ള ആർട്ടിമിയ ഉണ്ട്, ഹാച്ചിങ് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് US-ൻ്റെ ഇത് 24 മണിക്കൂർ കൊണ്ട് ഹാച്ച് ചെയ്യാവുന്ന ആർട്ടിമിയ ആണ്. അപ്പോൾ അതിനുശേഷം 24 മണിക്കൂർ എയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിരിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ 24 മണിക്കൂറിന് ശേഷം എയർ റേറ്റ് കൊടുത്ത് 24 മണിക്കൂറിന് ശേഷം നമ്മൾ സാധാരണ ഇതിനു വേണ്ടി നമുക്കൊരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അരിപ്പ വാങ്ങാനൊക്കെ കിട്ടും. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഞാനിവിടെ കുറച്ച് എളുപ്പത്തിനും വേഗത്തിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നമ്മൾ പൈപ്പാണ് കൊടുക്കുന്നത്. ഈ പൈപ്പിൻ്റെ ഒരു ഭാഗം അയച്ചതിന് ശേഷം അത് നമുക്ക് വേണ്ട ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ എയർ ഒരു 5 മിനിറ്റ് നേരം ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെല്ലുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ തോടുകൾ മേൽഭാഗത്ത് പൊന്തി നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹാച്ച് ആയിട്ടുള്ള ജീവനുള്ള ആർട്ടിമിയസിന് നമുക്ക് താഴെ
കാണാൻ പറ്റും. അത് ഈ പൈപ്പ് വഴി നേരെ എടുത്തിട്ട് ആവശ്യമുള്ള അത്ര ഓരോ ടാങ്കിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്താണ് ഏതുതരം ഫുഡാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നേരത്തെ ആർട്ടിമിയുടെ കാര്യം പറഞ്ഞു. ആർട്ടിമിയ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൈവ് ഫുഡാണ് നമ്മുടെ മൈക്രോവേം എന്ന് പറയും, അല്ലെങ്കിൽ ബ്രെഡ് വേം എന്നും പറയാറുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പാത്രമാണ്. ഒരു സുതാര്യമായിട്ടുള്ള പാത്രം, ഉൾഭാഗം കാണാൻ പറ്റുന്ന ഒരു പാത്രം. അതുപോലെ തന്നെ അതിനൊരു ടോപ്പ് ഉണ്ടായിരിക്കണം. ആ ടോപ്പിന് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇടണം. അതിന് എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉള്ളിൽ ജീവനുള്ള വേംസാണ് അതിലുള്ളത്. അപ്പോൾ അവരുടെ നിലനിൽപ്പ്, അതേസമയം പുറത്തുനിന്നുള്ള ക്ഷുദ്രജീവികളൊന്നും അകത്ത് പ്രവേശിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന ബ്രെഡ് അതിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് നേരെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊരു ഈ ഒരു പരുവത്തിലാവുന്ന രൂപം ആക്കുക. അതിനുശേഷം നമ്മളെ കൾച്ചർ, നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന കൾച്ചർ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള കൾച്ചർ ഒരു 5 ദിവസം കഴിഞ്ഞാൽ, 4-5 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വശങ്ങളിൽ നമ്മൾ ഇവിടെ കാണിച്ചതുപോലെയുള്ള വേംസുകൾ ഇങ്ങനെ നമുക്ക് ചുറ്റുഭാഗങ്ങളിലും കാണാൻ പറ്റും. ഈ വേംസിനെ നമ്മൾ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ചെറിയ കോരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്താൽ ഒരു നല്ലൊരു ഭക്ഷണമായിരിക്കും. ഇത് കൂടുതലായിട്ടും ഗപ്പികൾക്കാണ് കൂടുതലായിട്ട് നമുക്കത് ഏറ്റവും നല്ലത്. ഫൈറ്ററിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 5 ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മൈക്രോവേമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗപ്പികൾ നമ്മുടെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഇത് മുഴുവനായിട്ടും ജീവനുള്ള ഓരോ ജീവികളാണ്. ഇതിനെ നമ്മൾ വെള്ളത്തിലേക്ക് മെല്ലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ വളരെ സ്പ്രെഡായി അങ്ങനെ പോകുന്നത്. അത് മുഴുവൻ ഗപ്പി. എത്ര അളവിൽ കൊടുക്കണം ഇതാ ഇത്രയും ഗപ്പികൾക്ക് ഇത് ഒരുപാട് എണ്ണ ഉണ്ട്. ഇത് ഇനി കുറച്ച് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമല്ല. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സാധനം വളരെ കൂടുതൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രം. ഇത് കൂടിയാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല. കൂടാൻ സാധ്യത ഇല്ലാത്തൊരു സാധനമാണിത്. കാരണം ഗപ്പികൾ നന്നായിട്ട് ഭക്ഷിക്കും അത്. നമ്മളിപ്പോൾ മീനുകൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും അധികം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗങ്ങൾ വരും. അപ്പോൾ സാധാരണ മീനുകൾക്ക് കാണുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ളൊരു പ്രതിവിധി എന്താണ് ഇവിടെ ചെയ്യുന്നത്? സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇത് മീനുകളുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കും. അതായത് നമുക്കറിയാം, മറ്റുള്ള ജീവികളെപ്പോലെ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ മറ്റുള്ള ജീവികൾ പോലെയൊന്നും വായിലൂടെ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ജീവി അല്ല മത്സ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ വെള്ളം, അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ആ ഒരു വെള്ളം നിൽക്കുന്ന ഭാഗം എപ്പോഴും വൃത്തിയായിട്ടുള്ളതായിരിക്കണം. അതിലേക്ക് മറ്റുള്ള കെമിക്കൽ കണ്ടാമിനേഷനോ ഓയിലുകളോ മറ്റ് വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയോ ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ അവയുടെ കാഷ്ടം തന്നെ അമോണിയായിട്ട് മാറുകയും അത് അടിഞ്ഞുകൂടി അവർക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളായി മാറുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക. അസുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള അസുഖങ്ങളാണ് ഞാൻ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഫംഗസുകളോ മറ്റുള്ള പരിക്കുകളോ ഒക്കെ വെച്ച് അവർക്കുണ്ടാവുന്ന അസുഖങ്ങൾ. മറ്റൊന്ന് വരുന്നത് ഒരു അസുഖം അല്ലെങ്കിലും ഒരു ഡിസബിലിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ വരുന്നുണ്ട്, ഒരു പാരസൈറ്റ്, ഇന്റേണൽ പാരസൈറ്റ് എന്ന് പറയുന്ന, അതിൻ്റെ ഉള്ളിൽ വേറെ ജീവികൾ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവർക്ക് പാരസൈറ്റ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ ഒരു ഡിസബിലിറ്റി ആയിട്ട് പറയാവുന്ന മറ്റൊരു അസുഖം എന്ന് പറയുന്നത് അവരുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന ചില അസുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇൻബ്രീഡിങ് വഴിയാണ് വരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അത് നമ്മുടെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ തീറ്റ കൊടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. തീറ്റ കൊടുക്കുന്ന അസുഖങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം തീറ്റ അധികം കൊടുക്കുമ്പോൾ വെള്ളത്തിൽ അത് തീറ്റ തിന്നാതെ അത് വെള്ളം കേടുവരുത്താൻ കാരണമാവും. അതുപോലെ തന്നെ ഓവറായിട്ട് ഫീഡ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്ന സാധാരണ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്.
ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ എന്താ ചെയ്യാറ്, പ്രതിരോധം എന്താ ചെയ്യാറ്? പ്രതിരോധം എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മീനുകൾക്ക് അസുഖം വന്നതിന് ശേഷം പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ വെള്ളം കൃത്യമായിട്ട് അതിൻ്റെ ചേഞ്ചുകൾ ഇപ്പോൾ ഒരാഴ്ചയിൽ ചേഞ്ച് ചെയ്യുന്ന വെള്ളമാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരാഴ്ചയിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പായലുകളാണെങ്കിലും മറ്റുള്ള വേസ്റ്റുകളാണെങ്കിലും ഒന്നും അമിതമായിട്ട് ഇല്ലാതിരിക്കുക. കൃത്യമായിട്ടും ആ ഒരു മീനുകൾക്ക് വേണ്ട സമയത്ത് വെള്ളം മാറ്റി കൊടുക്കുക, വെള്ളം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കൈയിടുക. അതുപോലെ തന്നെ മറ്റു ഓയിലുകൾ, മറ്റ് കെമിക്കൽ സംഭവങ്ങളൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന്, അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം കണ്ട മീനുകളെ അതിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കല്ലുപ്പ്, മെത്തിലിൻ ബ്ലൂ ഇത്തരം സംഭവങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ജാബിർക്ക, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യാറ്? എങ്ങനെയാണ് ഇത് അയക്കാറ്? മാർക്കറ്റിംഗ് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന്, ഇത് ആളുകൾ മൗത്ത് ടു മൗത്ത്, നമ്മൾ ഒരാൾ പറഞ്ഞു കേട്ട് വേറൊരാൾ അതിലേക്ക് വരും, അയാൾക്ക് ഇയാൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ക്വാളിറ്റി ആണെന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണെന്നും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളിവിടെ വന്നിട്ട് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. മറ്റൊന്ന്, നമ്മളൊരു ഡിജിറ്റൽ ലോകത്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഈ ഒരു കാര്യത്തിൽ വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ടുണ്ട് ഗപ്പി വളർത്തൽ. അല്ലെങ്കിൽ ഒരു സമയത്ത് ഇത് ചെറിയ കുട്ടികളുടെ ഒരു പരിപാടി ആയിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ആശയമായിട്ടും വലിയ ലോകത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാക്ക് ഉണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങോട്ട് അയക്കാനുള്ളതാണ്? എന്താണ് പരിപാടി? ഇത് നമുക്ക് ഒരു ദിവസം തന്നെ 2-3 സ്ഥലത്തേക്കൊക്കെ സാധനങ്ങൾ അയച്ചു കൊടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അപ്പം ചിലപ്പം നമ്മളെ കയ്യിൽ സാധനം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം അതിൽ വരുന്നത്, തികയാത്തൊരവസ്ഥ വരുന്നുണ്ട്. കാരണം അവർ പറയുന്ന സാധനം നമ്മളെ കയ്യിലുണ്ടാവണമല്ലോ. കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ഗപ്പീസൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഒന്ന് കണ്ണൂർ, ഒന്ന് എറണാകുളം, പാലക്കാട് ഒക്കെ ഇത് പാർസലായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ബസ് വഴി, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പല ഏരിയയിൽ പോകുന്ന ആളുകളുണ്ട്, അവരൊക്കെ വഴി കൊടുക്കും. ബസ്സിൽ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മീനിന് അപകടമൊന്നും സംഭവിക്കില്ല? എത്ര ദൂരം? ഇല്ല, ഒരു 24 മണിക്കൂർ വരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷേ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊടുത്തയക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കൊടുത്തയക്കാനുള്ളതാണെങ്കിൽ നമ്മൾ ഇന്ന് ഫുഡ് കൊടുക്കാതിരിക്കുക, രാവിലെ ഫുഡ് കൊടുക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ വൈകുന്നേരം പാക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ വേസ്റ്റ് അതിലുണ്ടാവില്ല കവറിൽ. അതുപോലെ തന്നെ ഓക്സിജൻ നിറക്കുന്നതാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ 1/3 മാത്രം, മൊത്തം വെള്ളത്തിൻ്റെ 1/3 മാത്രം മതി നമ്മുടെ വെള്ളം. മൊത്തം കവറിൻ്റെ ബാക്കി അത്രയും എയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ മീനുകളെ പറ്റി പഠിച്ചു, അറിഞ്ഞു. നമ്മുടെ ഈ 2ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലയിലൂടെയും പോയിട്ടുണ്ട്. ജാബിർക്ക ഇതിലൊരു സകലകലാവല്ലഭനാണ്. നമുക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്ക് അത് ഏകദേശം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനും പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ജാബിർഖാൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പുള്ളിയോട് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി കമൻസും ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീണ്ടും സപ്പോർട്ട് ഉണ്ടാവുക. നമ്മുടെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും നമ്മളോട് ഇത്ര നേരം സഹകരിച്ച ജാബിർഖയ്ക്ക് ഓർഗാനിക് കേരളത്തിൻ്റെ ഒരു നന്ദി നമ്മൾ പറയുകയാണ്. താങ്ക് യു. വെൽക്കം.